ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊരു ഫ്രൂട്ട് സലാഡ് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ അത് ഞാനിതാണ്ട് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴത്തേക്കിന് ഞാൻ തന്നെ ഇവിടെ ഒരു ബൗളിൽ നമ്മുടെ പാല് കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കസ്റ്റർഡ് പൗഡർ വേണ്ട കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പോയി എല്ലാം ഇങ്ങനെ ഉറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം കുറേശ്ശെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കേണ്ട. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഗ്യാസ് സ്ലോ ആക്കിയിട്ടൊന്ന് ഇതൊന്ന് കുറുകി വരും അന്നേരത്തേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. ഒരു 4 മിനിറ്റ് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ചൂടാകും തോറും കുറുകി വരുന്നുണ്ടോ. നേരത്തെ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 2 മിനിറ്റ് വെച്ച ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലിപ്പം മധുരം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതാറിയ ശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് അതിനാവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ആറാൻ വേണ്ടി ഇതിൻ്റെ ചൂട് മാറിയ ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മധുരം കുറച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം പൈനാപ്പിൾ. നമ്മൾ കട്ട് ചെയ്ത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇനി പഴം. ഇനി ഞാനിവിടെ കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് ടൂട്ടി ഫ്രൂട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അവർക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് ഞാനിതിനൊരു 2 സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തതായതുകൊണ്ട് ഇനി വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്ത് ഫ്രൂട്ട്സും എല്ലാം തണുപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പാലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.